December 1971 തൊണ്ണൂറായിരത്തിലധികം വരുന്ന പാക് സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുൻപിൽ മുട്ടുമടക്കുന്നു. ഇത് വെറുമൊരു യുദ്ധം മാത്രമായിരുന്നില്ല. ഇനി ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന ഈ ഒരു ജിയോഗ്രഫിക്കൽ യൂണിറ്റ് ബംഗ്ലാദേശ് എന്നറിയപ്പെടും. 1971 ഈ ഒരു യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതെങ്ങനെ? ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാജ്യം രൂപപ്പെട്ടതെങ്ങനെ? ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്ന് നാം ഇന്ന് വിളിക്കുന്ന ഈ ഒരു യുദ്ധത്തിന്റെ യഥാർത്ഥ കഥ എന്താണ്? അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. Pakistan lost half of its country. A new nation was born, Bangladesh. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യ എന്ന പേരിലും പാകിസ്ഥാൻ എന്ന പേരിലും രണ്ട് രാഷ്ട്രങ്ങൾ രൂപപ്പെടുന്നു. ഇവിടെ നിന്നാണ് വാസ്തവത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. വെസ്റ്റ് പാകിസ്ഥാൻ ആൻഡ് ഈസ്റ്റ് പാകിസ്ഥാൻ. ഏകദേശം 2000 കിലോമീറ്റർ ദൂരെയായിരുന്നു ഈ രണ്ട് ജിയോഗ്രഫിക്കൽ ലൊക്കേഷനും. കൂടാതെ ഈസ്റ്റ് പാകിസ്ഥാനിൽ വെസ്റ്റ് പാകിസ്ഥാനേക്കാൾ പോപ്പുലേഷൻ വളരെ കൂടുതലായിരുന്നു. ആരംഭഘട്ടത്തിൽ തന്നെ വെസ്റ്റ് പാകിസ്ഥാനിലെ ഗവൺമെന്റും ജനങ്ങളും ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങളോട് വളരെ വലിയ തോതിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ആണ് കാണിച്ചു വന്നിരുന്നത്. വെസ്റ്റിനേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഈസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ബഡ്ജറ്റിന്റെ 70% ഹോൾഡ് ചെയ്തിരുന്നത് വെസ്റ്റ് ആയിരുന്നു. ഇരു പ്രദേശങ്ങളിലും മെജോറിറ്റി മുസ്ലിംസ് ആയിരുന്നു. എങ്കിൽ കൂടിയും ഭാഷാപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ ഇവരിലുണ്ടായിരുന്നു. വെസ്റ്റിൽ പഞ്ചാബിയും ഉറുദുവുമായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നാൽ ഈസ്റ്റിൽ ബംഗാളി സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ആയിരുന്നു കൂടുതൽ. 1948 കൂടി ഈസ്റ്റ് പാകിസ്ഥാന്റെ മുകളിൽ ഉറുദു ഫോഴ്സ്ഫുള്ളി ഇമ്പോസ് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നു. ഉറുദു നാഷണൽ ലാംഗ്വേജ് ആക്കുകയും ഗവൺമെന്റ് നോട്ടുകളിൽ നിന്നും സ്റ്റാമ്പുകളിൽ നിന്നും ഡോക്യുമെന്റുകളിൽ നിന്നും ബംഗാളി നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ലിംഗ്വിസ്റ്റിക് ഡിസ്ക്രിമിനേഷൻ വളരെ വലിയ തോതിലുള്ള വെറുപ്പ് ഈസ്റ്റിലുള്ളവർക്ക് വെസ്റ്റിനോട് ഉണ്ടാക്കാനും കൂടാതെ ഗവൺമെന്റിനെ മാറ്റാനും പുതിയൊരു രാജ്യം രൂപീകരിക്കാനുമുള്ള ചിന്ത അവരുടെ ഉള്ളിലുണ്ടാക്കി. I make it very clear to you, leave no doubt that state language of Pakistan is going to be Urdu and no other language. 1969 പാകിസ്ഥാനിൽ മിലിറ്ററി റൂൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം പാകിസ്ഥാൻ പ്രസിഡന്റും മിലിറ്ററി ഹെഡുമായ യഹിയ ഖാൻ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നു. താൻ പാകിസ്ഥാനിൽ ജനറൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നു. ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടും. Elections will take place. I have left this decision to the Chief Election Commissioner, who is a completely independent body. പറഞ്ഞതുപോലെ 1970 ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നു. കൂടാതെ ഈസ്റ്റ് പാകിസ്ഥാനിലെ പാർട്ടിയായിരുന്ന അവാമി ലീഗ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 169 67 സീറ്റുകളും തങ്ങളുടെ കരങ്ങളിലാക്കുന്നു. അതായത് നാഷണൽ അസംബ്ലിയിൽ ഇവർ മെജോറിറ്റി ക്രോസ് ചെയ്തിരുന്നു. ഇനി പാകിസ്ഥാൻ ഭരിക്കുക ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുമുള്ള അവാമി ലീഗ് ആയിരിക്കും. എന്നാൽ വെസ്റ്റ് പാകിസ്ഥാനിലെ റൂളേഴ്സിന് ഇതിഷ്ടമായിരുന്നില്ല. വെസ്റ്റ് പാകിസ്ഥാനിലെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ലീഡർ സുൽഫിക്കർ അലി ഭുട്ടോ മറ്റു പാർട്ടികളുമായി ചേർന്ന് ഈ ഒരു ഇലക്ഷനെ അംഗീകരിക്കുന്നതിൽ നിന്നും വിസമ്മതിച്ചു. ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു ചതിവായിരുന്നു. ഈ ഒരു ചതിവിന്റെ മറുപടി എന്ന രീതിയിൽ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നു. ഇത് വെറുമൊരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു വളരെ വലിയ ബംഗാളി നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു. പുതിയൊരു നേഷനായിരുന്നു ഇവരുടെ ലക്ഷ്യം, അതെ ബംഗ്ലാദേശ്. ഇതേ സമയം വെസ്റ്റ് പാകിസ്ഥാനിൽ യഹിയ ഖാൻ ഒരു കാര്യം മനസ്സിലാവുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈസ്റ്റിന്റെ കൺട്രോൾ തങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടമാകും. അങ്ങനെ മാർച്ച് 1971 ഇദ്ദേഹം ഒരു മിലിറ്ററി ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുകയാണ്. ഇതിന് സർച്ച് ലൈറ്റ് എന്നാണ് അന്ന് നാമകരണം നൽകിയത്. ഈ ഒരു മിലിറ്ററി ഓപ്പറേഷൻ വളരെ വലിയ തോതിലുള്ള ബ്രൂട്ടാലിറ്റിയാണ് അന്ന് അവിടെ കാഴ്ചവെച്ചത്. കൂടാതെ പിറ്റേന്ന് ഈസ്റ്റിൽ നിന്നും മുജീബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്ത് വെസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അറസ്റ്റിന് മുൻപേ തന്നെ ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജിന്റെ സഹായത്തോടെ ഇനി മുതൽ ഈസ്റ്റ് പാകിസ്ഥാൻ ഇൻഡിപെൻഡന്റ് ആയിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. This may be my last message. From today, Bangladesh is independent. I call upon the people of Bangladesh, wherever you might be and with whatever you have, to resist the army of occupation to the last. Your fight must go on until the last soldier of the Pakistan occupation army is expelled from the soil of Bangladesh. Final victory is ours. ഈ ഒരു പെർട്ടിക്കുലർ ടൈം മുതൽ പാകിസ്ഥാൻ ആർമി ഈസ്റ്റിലെ ജനങ്ങളെ മുഴുവനായി ചൂഷണം ചെയ്തു. അവാമി ലീഗിൽ ഉണ്ടായിരുന്ന ആളുകളെ എണ്ണിയായിരുന്നു കൊന്നുകൊണ്ടിരുന്നത്. 30 ലക്ഷത്തിലധികം ആളുകളെയാണ് ഇവർ കൊന്നൊടുക്കിയത്. ഈ ഒരു പ്രവൃത്തിയുടെ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ പല സീനിയർ ബംഗാളി സോൾജേഴ്സും മുക്തി വാഹിനി പോലെയുള്ള സഖ്യങ്ങൾ രൂപീകരിച്ചു. എന്നാൽ പാകിസ്ഥാനി സോൾജേഴ്സിന് മുൻപിൽ ഇവർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ ഒരു സമയത്ത് അവാമി ലീഗിലെ പല സീനിയർ ലീഡേഴ്സും ബോർഡർ കടന്ന് ഇന്ത്യയിലെത്തുകയും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയെ കാണുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ സാധാരണക്കാരായിട്ടുള്ള ബംഗ്ലാദേശ് സിവിലിയൻസ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നു. ഏകദേശം 1 കോടിയിലധികം ജനങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യൻ ബോർഡർ കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. അന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു ഭാരമായിരുന്നെങ്കിൽ പോലും ഇന്ത്യ ഇവരെ സഹായിച്ചു. റെഫ്യൂജികളായി വരുന്ന സാധാരണക്കാരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തത് ഇന്ത്യൻ ഗവൺമെന്റാണ്.
ഒരുപക്ഷെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വരെ തകർക്കാൻ കഴിയുന്ന ഒരു മൈഗ്രേഷൻ ആയിരുന്നു അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്താണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻസിൽ നിന്നും 5 പൈസയുടെ റെഫ്യൂജി ടാക്സും കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എക്കണോമിയെയും ലോ ആൻഡ് ഓർഡറിനെയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ടാസ്ക്കാണ്. ഇതുകൂടാതെ ഈസ്റ്റ് പാകിസ്ഥാനിൽ അരങ്ങേറുന്ന മനുഷ്യവേട്ട നിർത്തുക എന്നുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമായി മാറി. അങ്ങനെ ഏപ്രിൽ 19, 1971 എത്തുന്നു. ഇന്ദിരാഗാന്ധി ആർമി ചീഫിനെയും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും ചേർത്ത് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. എത്രയും വേഗം പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുകയും ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നതായിരുന്നു ഇന്ദിരയുടെ തീരുമാനം. പക്ഷേ മിലിറ്ററി ചീഫ് ഇതിനെ എതിർത്തു. ഇന്ദിരയുടെ ഈ ഒരു തീരുമാനത്തെ അദ്ദേഹം എതിർത്തതിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നെന്നത് ഇന്ത്യൻ ആർമി തയ്യാറല്ല. ഇന്ന് ആർമി ഓഫീസേഴ്സ് ഇന്ത്യയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിലാണ്. ഒരു അറ്റാക്കിന് വേണ്ടി ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരണം. അതിനായി കൃത്യമായൊരു സമയം നമുക്ക് ആവശ്യമാണ്. ഇതിനു പുറമെ അഡ്വാൻസ് മെഷീനറികളുടെ ആവശ്യം കൂടിയുണ്ട്. അല്ലാത്ത പക്ഷം യുദ്ധത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാകില്ല. രണ്ടാമതായി അദ്ദേഹം സംസാരിച്ചത് കാലാവസ്ഥയെ പറ്റിയാണ്. മെയ് മാസത്തിൽ ഈസ്റ്റ് പാകിസ്ഥാൻ അടുത്തുള്ള പ്രദേശങ്ങൾ ചതുപ്പ് നിലങ്ങളാകും. ഇത് ഇന്ത്യൻ ആർമിയുടെ മൂവ്മെൻറ്റ് സ്ലോ ആക്കുകയും ഈസ്റ്റ് പാകിസ്ഥാനെ വളരെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഈ ഒരു സമയത്ത് ഐസ് മെൽറ്റ് ആകുന്നത് കൊണ്ട് തന്നെ ഹിമാലയൻ പാസേജസ് ഓപ്പൺ ആവുകയും വാറിൽ എൻഗേജ് ആയിരിക്കുന്ന ഇന്ത്യയെ ചൈനയ്ക്ക് അറ്റാക്ക് ചെയ്യാനും കഴിയും. അതായത് ഒരു 3-in-1 സിറ്റുവേഷൻ ആയിരിക്കും ഇന്ത്യക്ക് ഫേസ് ചെയ്യേണ്ടതായി വരിക. അദ്ദേഹത്തിൻ്റെ ഈ ആർഗ്യുമെൻറ്റുകളോട് ഇന്ത്യ പൂർണ്ണമായും യോജിക്കുന്നു. കൂടാതെ ഇന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ ചൈനയും USA ഉണ്ട് എന്നുള്ള കാര്യവും അവർ ആലോചിക്കുന്നു. പാകിസ്ഥാനെ പോലെ തന്നെ തങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ ഒരു രാജ്യമുണ്ടാകണം എന്നുള്ള കാര്യം ഇന്ത്യക്ക് മനസ്സിലായി. നീണ്ട ചർച്ചകൾക്ക് ശേഷം യുദ്ധം ലേറ്റ് നവംബറിൽ നടത്താമെന്ന് അവർ തീരുമാനമെടുക്കുന്നു. നവംബർ വരെയുള്ള സമയത്തേക്ക് ഇന്ത്യൻ ആർമിക്ക് യുദ്ധത്തിന് തയ്യാറാകാനും ഇന്റർനാഷണൽ പ്രഷർ നൽകി യുദ്ധമില്ലാതെ തന്നെ ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യാനുമായിരുന്നു അന്ന് ഗവൺമെൻറ് ആലോചിച്ചിരുന്നത്. അങ്ങനെ 15 മെയ് 1971 എത്തുന്നു. ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ ജാക്ക്പോട്ട് ലോഞ്ച് ചെയ്യുന്നു. ഇതിൻ്റെ ലക്ഷ്യം ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് മിലിറ്ററി ട്രെയിനിങ് നൽകുക എന്നതായിരുന്നു. ഇതുവഴി പാകിസ്ഥാനെ ഒരു പരിധിവരെ വീക്കാക്കാൻ കഴിയുമെന്ന വിശ്വാസമായിരുന്നു ഇന്ത്യൻ ആർമിക്കുള്ളത്. ഈ ഒരു മിഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വരൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ്റെ മുകളിൽ ഇൻ്റർനാഷണൽ പ്രഷർ കൊടുക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് പരമാവധി ശ്രമിക്കുന്നു. UN ഉൾപ്പെടെ സിമ്പതി നൽകുക എന്നതല്ലാതെ മറ്റൊരു സഹായവും ഇന്ത്യക്ക് നൽകിയിരുന്നില്ല എന്ന്. USA ഉൾപ്പെടെ പാകിസ്ഥാനാണ് പ്രധാനമായും പിന്തുണ നൽകിയത്. കൂടാതെ പാകിസ്ഥാനായിരുന്നു അമേരിക്കയും ചൈനയും കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ എഗെയിൻസ്റ്റ് പോകാൻ ഇവർ ആഗ്രഹിച്ചിരുന്നില്ല. ആരും കൂടെയില്ലായിരുന്ന സമയത്ത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തത് സോവിയറ്റ് യൂണിയനാണ്. 1971 ഓഗസ്റ്റിന് ഇൻഡോ സോവിയറ്റ് ട്രീറ്റി ഈ 2 രാജ്യങ്ങളും സൈൻ ചെയ്യുന്നു. ഈ 2 രാജ്യങ്ങളിൽ ഇനി ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഇരുവരും ചേർന്നായിരിക്കും ആ ഒരു എനിമിയെ അറ്റാക്ക് ചെയ്യുക. യുദ്ധസമയത്ത് ഈ ഒരു ട്രീറ്റി ഇന്ത്യയെ വളരെ വലിയ തോതിലാണ് സഹായിച്ചത്. നവംബർ മാസം എത്തിക്കഴിഞ്ഞിരുന്നു. ഇനി ഡിപ്ലോമാറ്റിക്കലി ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിന് മനസ്സിലായി. അങ്ങനെ ഒരു യുദ്ധത്തിനായി ഇന്ത്യൻ ഗവൺമെൻറ് തയ്യാറെടുത്തു. യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇരുവശങ്ങളിൽ നിന്നും തങ്ങളെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള കാര്യം ഇന്ത്യക്ക് അറിയാമായിരുന്നു. ആ രീതിയിലുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഇന്ത്യ എടുത്തിട്ടുണ്ടായിരുന്നത്. ഡിസംബറോടുകൂടി ഒരു ഫുൾ സ്കെയിൽ അറ്റാക്ക് ലോഞ്ച് ചെയ്യാനായിരുന്നു ഇന്ത്യയുടെ പ്ലാൻ. ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ കണ്ട യഹിയ ഖാൻ ഒരു കാര്യം മനസ്സിലായി. ഏതു നിമിഷം വേണമെങ്കിലും ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ അറ്റാക്ക് നടത്താം. ഈസ്റ്റിൽ നിന്നും ഇന്ത്യയെ ഡിസ്ട്രാക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹം പാനിക്കായി ഒരു മിഷൻ ലോഞ്ച് ചെയ്യുന്നു. ഇതിനെ ഓപ്പറേഷൻ ജിംഗിസ് ഖാൻ എന്നാണ് വിളിക്കുന്നത്. വൈകുന്നേരം 6 കൂടി തന്നെ ഇന്ത്യയുടെ പല എയർബേസസുകളിലും പാകിസ്ഥാൻ ബോംബിംഗ് നടത്തി. ഏകദേശം 50 സോർട്ടീസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. എയർഫോഴ്സിൽ 1 സോർട്ടി എന്നാൽ ടേക്ക് ഓഫ് മുതൽ ലാൻഡിംഗ് വരെയുള്ള ആ ഒരു ട്രിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഈ അറ്റാക്കുകൾക്ക് വളരെ വലിയ പ്രഹരം നൽകാൻ സാധിച്ചില്ല. ഇന്ത്യയുടെ ചില റൺവേസിൽ മാത്രമാണ് ഇതിന് ഡാമേജ് നൽകാൻ കഴിഞ്ഞത്. മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇന്ത്യൻസ് അതിനെ ഫിക്സ് ചെയ്യുകയും ചെയ്തു. ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് യുദ്ധത്തിൻ്റെ മുഴുവൻ ബ്ലെയിമും പാകിസ്ഥാൻ തന്നെ ഏറ്റെടുത്തു. ഇനി മറുപടി നൽകേണ്ട സമയമായിരുന്നു. രാത്രി 11 മണിയോടുകൂടി തന്നെ അറ്റാക്ക് ലോഞ്ച് ചെയ്യാനുള്ള ഫോർമൽ പെർമിഷൻ ഇന്ദിരാഗാന്ധിയോട് മിലിറ്ററി ചീഫ് ചോദിക്കുകയുണ്ടായി. ഏതാനും സമയങ്ങൾക്ക് ശേഷം വാർ ലോഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ ഇന്ദിര നൽകുകയും ചെയ്യുന്നു. Soon after 5:30 p.m. on the 3rd of December, Pakistan launched a full-scale war against us. Today, the war in Bangladesh has become a war on India. ഇന്ത്യയുടെ ഈ ഒരു അനൗൺസ്മെന്റോട് കൂടി ഇന്ത്യ ഒഫീഷ്യലായി ബംഗ്ലാദേശ് ലിബറേഷൻ വാറിലേക്ക് എൻ്റർ ആകുന്നു. 4th ഡിസംബർ 1971 എങ്ങനെയാണോ പാകിസ്ഥാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്തത് അതിൻ്റെ 2 മടങ്ങ് ഇരട്ടിയായി ഇന്ത്യൻ എയർഫോഴ്സ് ഏകദേശം 120 സോർട്ടീസ് പാകിസ്ഥാന്റെ മുകളിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ അറ്റാക്കിൽ പ്രധാനമായും പാകിസ്ഥാൻ എയർ ബേസസും എയർക്രാഫ്റ്റുകളുമാണ് ഡാമേജ് ആയത്. മറുവശത്ത് ഇന്ത്യൻ നേവിയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ് പാകിസ്ഥാന്റെ പ്രധാന 2 പോർട്ട് സിറ്റികളായിട്ടുള്ള ചിത്തഗോങ് ആൻഡ് കോക്സ് ബസാറിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നു. എയർക്രാഫ്റ്റ്
കാരിയറായ INS വിക്രാന്തിൽ നിന്നും 11-ലധികം എയർക്രാഫ്റ്റുകൾ ലോഞ്ചാകുന്നു. എയർ ടു ഗ്രൗണ്ട് റോക്കറ്റ്സിന്റെ സഹായത്തോടെ 2 പോർട്ടുകളെയും വളരെ വലിയ തോതിൽ ഡാമേജ് ചെയ്യുന്നു. ഇതേ രാത്രി തന്നെ ഇന്ത്യൻ നേവി വെസ്റ്റേൺ സൈഡിൽ ഓപ്പറേഷൻ ട്രൈഡന്റ് ലോഞ്ച് ചെയ്യുന്നു. ഈയൊരു മിഷന്റെ എയിമായിരുന്നു കറാച്ചി പോർട്ട് ഡിസ്ട്രോയ് ചെയ്യുക. ഈയൊരു സമയത്ത് ദൂരെ നിന്നും മിസൈൽ ലോഞ്ച് ചെയ്യുന്ന ഒരു ഷിപ്പും ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ റീസെന്റ് തന്നെ റഷ്യയുടെ കയ്യിൽ നിന്നും ഇന്ത്യ ഓസ ക്ലാസ് മിസൈൽ ബോട്ട് വാങ്ങിയിരുന്നു. സൈസിൽ ചെറുതായിരുന്നെങ്കിൽ പോലും ദൂരെ നിന്നും വളരെ മാരകമായ ഷോട്ട്സ് നടത്താൻ ഈ ഒരു ബോട്ടിന് സാധിച്ചിരുന്നു. ഈ ബോട്ടുകൾക്ക് വളരെ ഷോർട്ട് ടൈം ഡിസ്റ്റൻസ് മാത്രമായിരുന്നു അന്ന് കവർ ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇന്ത്യൻ നേവി മറ്റൊരു ഇന്നോവേറ്റീവ് ഐഡിയ അവിടെയും കൊണ്ടുവന്നു. ഇന്ത്യയുടെ തന്നെ ബാറ്റിൽ ഷിപ്പായ INS കീൽത്തന്റെ സഹായത്തോടെ ഈ ഷിപ്പുകളെ ടൈ ചെയ്യുകയും തുടർന്ന് കറാച്ചി പോർട്ടിന് അടുത്തു വന്നപ്പോൾ ഈ ഷിപ്പുകളെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. രാത്രി 10 തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള അറ്റാക്ക് ഈ മിസൈൽ ബോട്ടുകൾ കറാച്ചിക്ക് നേരെ ഉതിർത്തു. ഈ ഒരു അറ്റാക്കിൽ പാകിസ്ഥാൻ ബാറ്റിൽ ഷിപ്പുകളായ PNS ഖൈബർ, PNS മുഹാഫിർ തുടങ്ങിയ ബാറ്റിൽ ഷിപ്പുകൾ വളരെ വലിയ തോതിൽ ഡാമേജ് ആവുകയുണ്ടായി. കൂടാതെ VNS ചലഞ്ചർ എന്ന മറ്റൊരു ബാറ്റിൽ ഷിപ്പും ഡാമേജ് ആവുകയും ഈ 3ഉം മുങ്ങിപ്പോവുകയും ചെയ്തു. ഇതിനു പുറമെ പോർട്ടിലുണ്ടായിരുന്ന ഓയിൽ ടാങ്കേഴ്സിനെയും സക്സസ്ഫുള്ളി ഹിറ്റ് ചെയ്യാൻ ഇന്ത്യൻ നേവിക്ക് കഴിഞ്ഞു. ഈ അറ്റാക്കുകൾക്കെല്ലാം ശേഷം ദിവസങ്ങളോളം കറാച്ചി പോർട്ട് നിന്ന് കത്തി. ഒരു വശത്തുകൂടി ഇങ്ങനെയെല്ലാം നടക്കുന്ന സമയത്ത് രാജസ്ഥാനിലെ ഡെസേർട്ട് ഏരിയയിലെ ഒരു സിറ്റിയായ ലോങ്കേവാലയിൽ ഇന്ത്യൻ ആർമിയുടെ പഞ്ചാബ് റെജിമെന്റിന്റെ ഒരു കമ്പനി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഏകദേശം 120 സോൾജേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ നയിച്ചത് മേജർ ചാന്ദ് പൂരി ആയിരുന്നു. രാത്രി സമയം ഇവരെക്കാൾ 20 മടങ്ങ് വരുന്ന സോൾജേഴ്സിന്റെ സഹായത്തോടെ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇവരെ എതിർത്ത് നിൽക്കാൻ ഇന്ത്യൻ ആർമിക്ക് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സഹായം ആവശ്യമായിരുന്നു. ജയ്സൽമീർ എയർബേസിൽ 4 ഹണ്ടർ എയർക്രാഫ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും രാത്രിയിൽ ഇവയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ചാന്ദ്പൂരിയുടെ അടുത്തു നിന്നും വെറും 300 മീറ്റർ അകലെ മാത്രമായിരുന്നു പാകിസ്ഥാനി ടാങ്കുകൾ ഉണ്ടായിരുന്നത്. ഏതൊരവസ്ഥയിലും ഇവരെ തടയുക എന്നത് ചാന്ദ്പൂരിയുടെ ഉത്തരവാദിത്വമായി മാറി. അങ്ങനെ അദ്ദേഹം ഒരു ഐഡിയ കണ്ടെത്തുകയാണ്. അദ്ദേഹം സൈനികരോട് ഫയറിംഗ് നടത്താൻ ആവശ്യപ്പെടുന്നു. ഫയറിംഗ് വോളിയം കുറവായതുകൊണ്ട് തന്നെ പാകിസ്ഥാനി ടാങ്കുകൾക്ക് യാതൊരുവിധ ഡാമേജും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഫയറിംഗ് സൗണ്ട് കേട്ട പാകിസ്ഥാനി സോൾജേഴ്സിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ലോങ്കേവാലയിൽ 1000-ലധികം ഇന്ത്യൻ സൈനികരുണ്ട്. കൂടാതെ വഴിയിൽ നിന്നും അവർക്ക് ബാഡ് വയേഴ്സും കണ്ടെത്താൻ സാധിച്ചു. മുൻപിൽ മൈൻസ് ഉണ്ട്. കൂടാതെ 1000-കണക്കിന് ഇന്ത്യൻ സോൾജേഴ്സ് ലോങ്കേവാലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ടാങ്ക്സുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് പോസിബിൾ അല്ല എന്ന ചിന്ത പാകിസ്ഥാനി സോൾജേഴ്സിലുണ്ടാക്കി. അങ്ങനെ അറ്റാക്കിംഗ് അവർ രാവിലത്തേക്ക് മാറ്റിവെക്കുന്നു. രാവിലെ ആയതോടെ ജയ്സൽമീറിൽ നിന്നും ഹണ്ടർ എയർക്രാഫ്റ്റുകൾ വരികയും വളരെ വലിയ തോതിലുള്ള ബോംബിംഗ് പാകിസ്ഥാനിൽ നടത്തുകയും ചെയ്തു. ഈ ഒരു അറ്റാക്കിൽ വളരെ വലിയ തോതിലുള്ള ഡാമേജുകളാണ് പാകിസ്ഥാനി ടാങ്കുകൾക്ക് നേരിടേണ്ടി വന്നത്. 6 ഡിസംബർ 1971 തന്നെ വളരെ വലിയ തോതിലുള്ള ഡാമേജുകൾ പാകിസ്ഥാനി ട്രൂപ്പുകൾക്ക് നേരിടേണ്ടതായി വന്നു. പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് പോലും ഇവർക്ക് യാതൊരുവിധ സഹായവും ലഭിച്ചില്ല. അൾട്ടിമേറ്റ്ലി ഒരു വളരെ വലിയ തോൽവിയാണ് ഇവർക്ക് നേരിടേണ്ടതായി വന്നത്. ഇതേ സമയം 7 ഡിസംബറോട് കൂടി തന്നെ ഈസ്റ്റ് പാകിസ്ഥാനിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ഇന്ത്യൻ ആർമിക്ക് സാധിച്ചു. ഈസ്റ്റിലെ പ്രധാന നഗരമായ ജയ്സൂരിൽ ഇന്ത്യ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചു. പാകിസ്ഥാൻ എയർബേസിനെ കീഴടക്കുകയും അവിടെ തങ്ങളുടെ മിലിറ്ററി ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുകയും ചെയ്തു ഇന്ത്യൻ ആർമി. ഈസ്റ്റ് പാകിസ്ഥാന്റെ മുഴുവൻ കൺട്രോളും കയ്യിൽ കിട്ടാൻ ക്യാപിറ്റലായ ഢാക്ക കീഴടക്കണമായിരുന്നു. എന്നാൽ ഢാക്കയിലേക്കുള്ള വഴി അത്ര എളുപ്പമായിരുന്നില്ല ഇന്ത്യൻ ആർമിക്ക്. ഇതേ സമയം നോർത്ത് ഈസ്റ്റ് വഴി മുന്നോട്ട് വന്ന ഇന്ത്യൻ ആർമി ട്രൂപ്പ് 10 ഡിസംബറോട് കൂടി സിൽഹേറ്റ് ക്യാപ്ചർ ചെയ്യുന്നു. ഇനി മേഘന റിവർ കടന്ന് ഢാക്കയിലേക്ക് എത്തണം. പക്ഷേ ഇന്ത്യൻ ആർമി ഇവിടെ കാത്തിരുന്നത് അശ്വഗഞ്ച് എന്ന് പറയുന്ന വളരെ വലിയൊരു റോഡ് ബ്ലോക്കാണ്. ഇവിടെ പാകിസ്ഥാൻ ആർമി ഒരു വളരെ വലിയ ട്രൂപ്പിനെയാണ് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുമായി ഒരു യുദ്ധം നടത്തിയാൽ ഇന്ത്യക്ക് ഇവരെ തോൽപ്പിക്കാൻ നീണ്ട സമയമെടുക്കും. കൂടാതെ പലരുടെയും ജീവനും നഷ്ടമായേക്കാം. അതുകൊണ്ട് തന്നെ മറ്റൊരു തീരുമാനമാണ് ഇന്ത്യൻ ആർമി എടുത്തത്. ഇന്ത്യൻ ആർമി തങ്ങളുടെ MI-4 ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ 4000-ലധികം വരുന്ന ഇന്ത്യൻ സോൾജേഴ്സിനെ മേഘന റിവറിന്റെ അപ്പുറേ ലാൻഡ് ചെയ്യിച്ചു. വാസ്തവത്തിൽ പാകിസ്ഥാന് ഒന്ന് ചിന്തിക്കാൻ പോലുമുള്ള അവസരം കിട്ടിയില്ല. യുദ്ധം നടത്താതെ തന്നെ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക കളത്തിലിറങ്ങുന്നു. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് USA തങ്ങളുടെ നേവൽ ഫോഴ്സായ ടാസ്ക് ഫോഴ്സ് 74-നെ ബേ ഓഫ് ബംഗാളിലേക്ക് അയക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ, 8ഓളം നേവി ഷിപ്സും ഒരു ന്യൂക്ലിയർ സബ്മറീനും. കൂടെ തന്നെ UK ഭാഗത്തു നിന്നും ഇന്ത്യയുടെ അഗെയിൻസ്റ്റ് തങ്ങളുടെ ഈഗിൾ ക്രാഫ്റ്റ് കാരിയറും UK അയക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 3-in-1 സിറ്റുവേഷൻ ആയിരുന്നു. ഈ ഒരു അവസ്ഥയിൽ ഇവരുമായി യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയിരുന്നു. എന്നാൽ UKയും USAയും ഒരു കാര്യം മറന്നു. ഇന്ന് ഇന്ത്യ ഒറ്റയ്ക്കല്ല. ഇന്ത്യയുടെ കൂടെ സോവിയറ്റ് യൂണിയൻ ഉണ്ട്. സോവിയറ്റ് യൂണിയനുമായി ഇൻഡോ സോവിയറ്റ് ട്രീറ്റി സൈൻ ചെയ്ത ഇന്ത്യ സോവിയറ്റ് യൂണിയനോട് സഹായം ആവശ്യപ്പെട്ടു.
ഒട്ടും സമയം കളയാതെ തന്നെ ഇന്ത്യയെ സഹായിക്കാനായി തങ്ങളുടെ പസഫിക് ഫ്ലീറ്റിനെ UK-ക്കും USA-ക്കും എതിരായി സോവിയറ്റ് യൂണിയൻ അയച്ചു. ഇത് കണ്ട USA-യും UK-യും ഒരു ന്യൂക്ലിയർ വാർ ഭയന്ന് പിന്നോട്ട് മാറി. ഇന്ത്യയുടെ മുകളിലുണ്ടായിരുന്ന ഒരു വളരെ വലിയ അപകടം അങ്ങനെ എന്നേക്കുമായി മാറി. 11 ഡിസംബറോട് കൂടി തന്നെ ഇന്ത്യ ഈസ്റ്റ് പാകിസ്ഥാനിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഇനി ഢാക്കയിൽ എത്തിച്ചേരുക. ഢാക്കയിലെത്താൻ ഇന്ത്യൻ ആർമിയും നേവി ഫോഴ്സും വളരെ വ്യത്യസ്തങ്ങളാർന്ന സ്ട്രാറ്റജീസാണ് ഉപയോഗിച്ചത്. അങ്ങനെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള ടെക്നിക്കുകളിലൂടെ ഇന്ത്യൻ ആർമി വിജയത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഇന്ത്യ നടത്തിയ എല്ലാ നീക്കങ്ങളും ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ കഴിയുന്നവയായിരുന്നു. തങ്ങളെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരവസരവും ഇന്ത്യൻ ആർമി പാകിസ്ഥാന് നൽകിയിരുന്നില്ല. അങ്ങനെ അവസാനം ഇന്ത്യൻ ആർമി ഢാക്കയിൽ എത്തിച്ചേരുന്നു. 14 ഡിസംബറോട് കൂടി ഇന്ത്യൻ ആർമി ഢാക്ക മുഴുവൻ വളയുകയും പാകിസ്ഥാനോട് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ സറണ്ടർ ആയില്ല. ഇതേ സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സിന് വളരെ വലിയൊരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നു. ഇൻഫർമേഷൻ ഇങ്ങനെയായിരുന്നു: ഢാക്കയിലെ ഗവർണർ ഹൗസിൽ ഈസ്റ്റ് പാകിസ്ഥാൻ ഗവർണർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന ചർച്ച നടത്താനായിരുന്നു ഈ ഒരു മീറ്റിംഗ്. എന്നാൽ ഈ ഒരു മീറ്റിംഗിൻ്റെ ഇടയിൽ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് പാകിസ്ഥാനെ കുലുക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തു. അതെ, ഗവർണർ ഹൗസിൽ ബോംബിംഗ് നടത്തി. AM മലിക് എങ്ങനെയോ തൻ്റെ ജീവൻ രക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടി. തൻ്റെ വിറയ്ക്കുന്ന കൈകൊണ്ട് റെസിഗ്നേഷൻ ലെറ്റർ അദ്ദേഹം എഴുതുകയും ചെയ്തു. ഗവർണർ റിസൈൻ ചെയ്തതോടുകൂടി തന്നെ ഇനിയൊരു പൊളിറ്റിക്കൽ അതോറിറ്റി ഈസ്റ്റ് പാകിസ്ഥാനിലില്ല. 15 ഡിസംബറോട് കൂടി തന്നെ ഢാക്ക മുഴുവനായി ഇന്ത്യ തങ്ങളുടെ അധീനതയിലാക്കി. ഇതിനു പുറമെ പാകിസ്ഥാനി സോൾജേഴ്സിനെ ഇന്ത്യൻ ആർമി 4 വശത്തു നിന്നും പൂട്ടിയിരുന്നു. ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സറണ്ടർ ചെയ്യാതെ മറ്റൊരു ഓപ്ഷനില്ല. നീണ്ട ചർച്ചകൾക്ക് ശേഷം പാകിസ്ഥാൻ അവസാനം പബ്ലിക്കലി സറണ്ടർ ചെയ്യുന്നു. 93,000-ലധികം വരുന്ന പാക് സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുൻപിൽ മുട്ടുമടക്കുന്നു. പാകിസ്ഥാൻ ഗവൺമെൻറ് ഇന്ത്യയെ അംഗീകരിക്കുന്നു. ഈ ഒരു യുദ്ധത്തിന് ശേഷം വാർ ഓഫ് പ്രിസണേഴ്സായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൂടെ ചേർന്ന പാക് സൈനികരെ സേഫായി പാകിസ്ഥാനിൽ ഇന്ത്യൻ സൈന്യം എത്തിച്ചു. കൂടാതെ റെഫ്യൂജീസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇന്ത്യ ചെയ്തു നൽകി. അങ്ങനെ അവസാനം ബംഗ്ലാദേശ് ലിബറേഷൻ വാർ അവിടെ അവസാനിക്കുകയാണ്. ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യത്തെ പാകിസ്ഥാൻ അംഗീകരിക്കുന്നു. ഈ ഒരു വീഡിയോ വാസ്തവത്തിൽ ഒരു ട്രിബ്യൂട്ടാണ് ഈ ഒരു യുദ്ധത്തിൽ ധീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക്. ബംഗ്ലാദേശ് ലിബറേറ്റായി ഏതാനും മാസങ്ങൾക്കകം ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നു. അവിടെ നിന്ന് ബംഗ്ലാദേശ് തങ്ങളുടെ പഴയ ജീവിതം തുടങ്ങുകയാണ്. ഒരു പുതിയ തുടക്കം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ പരമാവധി കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.